എല്ലാവർക്കും നമസ്കാരം. ബോണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. അപ്ഡേറ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ജൂപ്പിറ്റർ വാഗൻസ് എന്ന കമ്പനിയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ ഒരു ആഴ്ച 4 ദിവസം. അപ്പൊ ആ രണ്ട് വാർത്തകളാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാത്രമല്ല ഫണ്ട്സ് അഡ്വൈസർ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അപ്പൊ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ അത്ര പ്രോഫിറ്റിൽ അല്ലാത്ത ആൾക്കാരും ദയവ് ചെയ്ത് ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പുതിയൊരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആം, തീർച്ചയായിട്ടും ഈ മാർക്കറ്റിന്റെ ഈ ഒരു കറക്ഷന്റെ സമയത്താണ് നിങ്ങളൊരു SIP ആണെങ്കിലും നിങ്ങൾ ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ ടൈം ആണെന്ന് ഞാൻ പറയൂ. ഈ ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ടൈം ഇൻഷുറൻസ് അതുപോലെയുള്ള ഏതൊരു ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ടീം തന്നെ നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ജൂപ്പിറ്റർ വാഗൻസിൽ നമ്മൾ കാത്തിരുന്ന ഈ വാർത്ത എന്നല്ലേ? നമുക്ക് നേരെ ജൂപ്പിറ്റർ വാഗണിന്റെ സ്ക്രീനറിൽ ഡേറ്റയിലേക്ക് പോകാം. അപ്പോൾ ജൂപ്പിറ്റർ വാഗൺ നമ്മൾ ജൂപ്പിറ്റർ വാഗണിനെ പറ്റിയുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഐ ബട്ടണിൽ ഉണ്ട്, വീഡിയോയുടെ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജൂപ്പിറ്റർ വാഗണിനെ പറ്റി ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ജൂപ്പിറ്റർ വാഗണിനെ പറ്റി അധികം മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആരും പറയാത്ത അത്രയും ഇൻഫോർമേഷൻ നമ്മൾ ആ വീഡിയോയിൽ, ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗൺ ജൂപ്പിറ്റർ വാഗൺസ് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള കാര്യം നിങ്ങളോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീഡിയോയിൽ മാത്രമാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. ജൂപ്പിറ്റർ വാഗണിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ജൂപ്പിറ്റർ വാഗണിന്റെ ആ വീഡിയോയിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോവുക, ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക, മിസ്സാക്കരുത്. അപ്പോൾ ജൂപ്പിറ്റർ വാഗണിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് വീണ്ടും ഞാൻ പറയുന്നു, ജൂപ്പിറ്റർ വാഗണിന്റെ മാർക്കറ്റ് ക്യാപ്പ് 13,756 രൂപയാണ്. 370 രൂപയിലാണ് നമ്മൾ ജൂപ്പിറ്റർ വാഗണിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു മാർക്കറ്റ് കറക്ഷന്റെ ഭാഗമായിട്ട് ജൂപ്പിറ്റർ വാഗൺ വില കുറഞ്ഞ് 333 രൂപയിൽ എത്തിയിട്ടുണ്ട്. ജൂപ്പിറ്റർ വാഗണിന്റെ പി എന്ന് പറയുന്നത് 51 രൂപയാണ്. ജൂപ്പിറ്റർ വാഗൺ 52 വീക്ക് 134 രൂപയാണ്. 52 വീക്ക് ലോ എന്ന് പറയുന്നത് 85 രൂപയാണ്. 85 രൂപയിൽ നിന്ന് 434 രൂപയിലേക്ക് പോയി വീണ്ടും തിരിച്ച് 33 ജൂപ്പിറ്റർ വാഗൺ. അപ്പോൾ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജൂപ്പിറ്റർ വാഗൺ ഉൾപ്പെടെയുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ നമുക്കുള്ളത്. അപ്പൊ ഈ ജൂപ്പിറ്റർ വാഗൺ എന്താണ് ചെയ്തതെന്ന് ഞാൻ ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ജൂപ്പിറ്റർ വാഗൺ നമ്മുടെ റെയിൽവേ മിനിസ്ട്രി ഇന്ത്യയിലെ ചരക്ക് ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ചരക്ക് നീക്കം ഇപ്പോൾ 65% നടക്കുന്നത് ട്രക്കുകളിലൂടെയാണ്. അപ്പോൾ ഈ ട്രക്കുകളിലൂടെ നടക്കുമ്പോൾ ഉള്ളൊരു ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൂടുതൽ കോസ്റ്റ് ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെയും ഈ ചാർജ് കൂടുതൽ കോസ്റ്റ്ലി ആണ് ട്രക്കുകളിലൂടെയുള്ള ഗതാഗതം. പക്ഷേ ഈ കൂടുതൽ കോസ്റ്റ്ലി ആണെങ്കിലും എന്തുകൊണ്ട് കമ്പനികൾ ട്രക്കുകളിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പറയുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ അൺഅവൈലബിലിറ്റി, ഗുഡ്സ് ട്രെയിൻ അവൈലബിൾ അല്ലാത്തതും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനുകൾ പാസഞ്ചർ ട്രെയിനുകൾക്ക് വേണ്ടി പിടിച്ചിടുന്നതുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ത്യയിലെ ചരക്ക് നീക്കം ശരിക്കും ഗുഡ്സ് ട്രെയിനുകളെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ഈസി ആയിട്ട്, അതിലും നേരത്തെ നമുക്ക് ട്രക്കുകളിലൂടെയുള്ള ഗതാഗതത്തിലൂടെ നിലവിൽ ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കമ്പനി ട്രക്കുകൾ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ബദൽ മാർഗം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, ഡയമണ്ട് ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറഞ്ഞിട്ട് റെയിൽവേ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ തന്നെ നമ്മുടെ റെയിൽവേ മിനിസ്റ്ററുടെ കീഴിൽ നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി നമുക്ക് റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല ആവശ്യമായിട്ട് വരിക, അതിന് റെയിൽവേ കോച്ചുകളും റെയിൽവേ ബോഗികളും റെയിൽവേ റോളിംഗ് സ്റ്റോക്കുകളും ആവശ്യമായിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള റെയിൽവേയുടെ ഈ ഒരു ഗുഡ്സ് ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള ബോഗികൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ജൂപ്പിറ്റർ വാഗൺസ് എന്ന് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഈ ഒരു കാറ്റഗറിയിൽ, വളരെ പ്ലെയർ ആണ് പറയുന്നത്. ടിറ്റാഗർ വാഗൻസും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ജൂപ്പിറ്റർ വാഗൻസ് വളരെ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആണ് ഈ ഒരു കാറ്റഗറിയിൽ. അപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകളാണ് ജൂപ്പിറ്റർ വാഗനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 4-5 ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ്. അപ്പോൾ ആ ന്യൂസുകളിലേക്കാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ വാഗൺ ഒരു വമ്പൻ ലോട്ടറി ഓർഡർ ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന്. 957 കോടി രൂപയുടെ
BOSM വാഗൺസ് മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്യുക എന്നുള്ള ദൗത്യമാണ് ഇന്ത്യൻ റെയിൽവേ ജൂപ്പിറ്റർ വാഗണിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വാർത്തയാണ്. നമ്മുടെ വ്യൂസ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിലെ ഈ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 957 കോടി രൂപയുടെ ഈ ഒരു ഓർഡർ ജൂപ്പിറ്റർ വാഗണിന് ലഭിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ജൂപ്പിറ്റർ വാഗനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് 20-ാം തീയതി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ജൂപ്പിറ്റർ വാഗനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ബോർഡ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അവർ പുതിയൊരു കമ്പനി അക്വയർ ചെയ്യാനുള്ള തീരുമാനം 270 കോടി രൂപയുടെ ഡീലാണ്. 270 കോടി രൂപയ്ക്കാണ് ഈ ഒരു കമ്പനിയെ ജൂപ്പിറ്റർ വാഗൺ ഏറ്റെടുത്തിരിക്കുന്നത്. ജൂപ്പിറ്റർ വാഗൺ കമ്പനിയുടെ പേര് ബോണട്രാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ബോണട്രാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ജൂപ്പിറ്റർ വാഗൺ ഈ കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നത്? അപ്പോൾ ബോണട്രാൻസിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ വാഗന്റെ വെബ്സൈറ്റ് ആണത്. അപ്പോൾ ബോണട്രാൻസ് വാഗന്റെ പ്രോഡക്ട്സ് നമ്മൾ നോക്കുമ്പോൾ വീൽ സെറ്റുകളാണ്. റെയിൽവേ വാഗണുകൾക്ക് വേണ്ടിയുള്ള വീൽ സെറ്റുകൾ, വീലുകൾ, ആക്സിലുകൾ, സ്പെയർ പാർട്സുകൾ, നോയിസ് അബ്സോർബേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ലിസ്റ്റഡ് അല്ലാത്ത ഒരു കമ്പനിയാണ് ബോണട്രാൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള, റെയിൽ ബോഗികൾക്ക് വേണ്ടിയിട്ടുള്ള വീൽ സെറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ബോണട്രാൻസ് എന്ന് പറയുന്നത്. 270 കോടി രൂപയുടെ ഒരു ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ. നിങ്ങൾ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക, നിങ്ങളുടെ അറിയാവുന്ന ഇൻവെസ്റ്റേഴ്സിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിന് ആവശ്യമായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇൻഷുറൻസിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരും തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.